നോബൽ സമ്മാനത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ നോബൽ പ്രൈസ് .ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകുക. നീല നിറത്തിൽ നൽകിയിരിക്കുന്നവയാണ് ഉപശീർഷകങ്ങൾ. തുടർന്ന് ഹെഡിംഗ് 2 എന്ന സ്റ്റൈലിൽ ചുവടെ നൽകിയ മാറ്റങ്ങൾ വരുത്തുക. ഫോണ്ട് ഫാമിലി ആന്തിക, ഫോണ്ട് സൈസ് 110%, ഫോണ്ട് കളർ ഗ്രീൻ. മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ ഫയൽ നാമമായി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യം നോക്കാം. An article on Nobel Prize is given in the file nobelprize.ott in the folder exam documents in home. Open this file in LibreOffice Writer and apply the style heading 2 to all the subheadings. Subheadings are given in blue color. Then make the following changes in the heading 2 style. Font family Antika, font size 110%, font color green. Save the modified file in the folder exam 10 in home with your register number question number as the file name. ആദ്യം ഹോം തുറക്കുന്നു. ഇതിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലാണ് ഫയൽ ഉള്ളത്, അത് തുറക്കുന്നു. നോബൽ പ്രൈസ് .ott എന്നതാണ് ഫയൽ, അത് തുറക്കുന്നു. ഇവിടെ നീല നിറത്തിൽ നൽകിയിട്ടുള്ളവയാണ് സബ് ഹെഡിങ്ങുകൾ അഥവാ ഉപശീർഷകങ്ങൾ. ആദ്യം ഇവയ്ക്ക് ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകണം. അതുകൊണ്ട് ഹെഡിങ്ങുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റൈൽ ബോക്സിൽ നിന്നും ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകുക. അടുത്ത ശീർഷകം സെലക്ട് ചെയ്യുന്നു, ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകുന്നു. ഇതുപോലെ മറ്റ് ശീർഷകങ്ങളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം എല്ലാത്തിനും ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകുക. എല്ലാത്തിനും ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകിക്കഴിഞ്ഞു. സ്റ്റൈൽ നൽകിക്കഴിഞ്ഞാൽ ഹെഡിംഗ് 2-ന് ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. മാറ്റം വരുത്തുവാനായി സ്റ്റൈൽ ബോക്സിൻ്റെ വലതുഭാഗത്ത് കാണുന്ന ഡ്രോപ്പ് ഡൗൺ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. മോർ സ്റ്റൈൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹെഡിംഗ് 2-നാണ് മാറ്റം വരുത്തേണ്ടത്. അതുകൊണ്ട് ഹെഡിംഗ് 2 സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം മോഡിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യമായി ഫോണ്ട് ഫാമിലി മാറ്റം വരുത്തുവാൻ വേണ്ടി ഫോണ്ട് ടാബ് സെലക്ട് ചെയ്യുന്നു. ലിബറേഷൻ സാൻസ് എന്നത് മായ്ച്ചിട്ട് ഇവിടെ ആന്തിക എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫോണ്ട് സൈസ് 110% ആക്കുന്നു. ഫോണ്ടിന് പച്ച നിറം നൽകുവാനാണ് പറഞ്ഞിട്ടുള്ളത്. നിറം കൊടുക്കുവാനായി ഫോണ്ട് ഇഫക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓട്ടോമാറ്റിക് എന്നത് മാറ്റിയിട്ട് ഗ്രീൻ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഗ്രീൻ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ വരുത്തിയ മാറ്റം ഇവിടെ എല്ലാ സബ് ഹെഡിങ്ങുകൾക്കും ഓട്ടോമാറ്റിക്കായി വന്നു കഴിഞ്ഞു. ഇനി ഫയൽ സേവ് ചെയ്യാം. അതിന് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു.